കുർബാന നടപ്പാക്കാൻ പറയുന്ന PRO ബഹുമാനപ്പെട്ട വടക്കേക്കരയിൽ അച്ഛൻ അറിയുവാൻ. 1. പണ്ടുതൽ കിഴക്കാണോ അതോ അൾത്താര ഭിത്തിയാണോ ആഭിമുഖ്യമായിരുന്നത്? 2. 1999 ശേഷം ഏതാനും രൂപതകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും 50-50 അനുവർത്തിച്ചോ അച്ചോ? പറയുമ്പോൾ ചങ്ങനാശ്ശേരി പഴയ അൾത്താര അഭിമുഖമായിരുന്നു എന്ന് പറയുവാൻ അച്ഛന് ഭയമാണോ? 3. ഈ കോവിഡ് കാലം വരെ വത്തിക്കാന് അറിയില്ലായിരുന്നു ഇവിടെ 2 വിധത്തിൽ കുർബാന നടക്കുന്നു എന്ന്. ഈ മാതിരി കള്ളത്തരങ്ങൾ ഇങ്ങനെ മൂളിപ്പിടിപ്പിച്ചാൽ മുകളിലോട്ടുള്ള പിടുത്തം കിട്ടുമോ? ചങ്ങനാശ്ശേരിയിലെ പൂർണ്ണ അൾത്താര കുർബാന ഉൾപ്പെടെ 3 രീതി ഉണ്ടായിരുന്നല്ലോ. വത്തിക്കാൻ ഈ ഗ്രഹത്തില്ലാത്തതിനാൽ കോവിഡ് സമയത്ത് TV-യിൽ കാണുന്നതുവരെ അവർ അറിഞ്ഞിരുന്നില്ല പോലും. 4. ചർച്ചയുടെ കാര്യം ആരാണച്ചോ 23 ഓഗസ്റ്റ് സിനഡ് വേളയിൽ 9 മെത്രാന്മാരും എറണാകുളത്തെ അച്ഛന്മാരും തമ്മിലുണ്ടാക്കിയതും പിറ്റേന്ന് മുഴുവൻ സിനഡ് പിതാക്കന്മാരും അംഗീകരിച്ച് പോസിറ്റീവ് നോട്ടോടെ വത്തിക്കാൻ അയക്കാൻ ആൻഡ്രൂസ് മെത്രാനെ ഏൽപ്പിച്ച ധാരണാപത്രം സമയത്തിന് അയച്ചില്ലെന്ന് മാത്രമല്ല വെട്ടിത്തിരുത്തി അട്ടിമറിച്ചത്. 5. ആരാണച്ചോ പേപ്പൽ ഡെലിഗേറ്റ് വാസിൽ മെത്രാൻ ദിവസങ്ങൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ അച്ഛന്മാരുടെ അഡ്ഹോ കമ്മിറ്റിയുമായി 2 ദിവസങ്ങളിലായി 10 മണിക്കൂറുകൾ കൊണ്ട് രൂപപ്പെടുത്തി വത്തിക്കാനിലെ പൗരസ്ത്യ കാര്യാലയവുമായി ചർച്ച ചെയ്ത് വീണ്ടും തിരുത്തൽ വരുത്തി വീണ്ടും കമ്മിറ്റി കൂടി ഓരോ വാക്കും പരിശോധിച്ച് പാസ്സാക്കിയ ശേഷം ഒപ്പിടുവാൻ വേണ്ടി പ്രിന്റ് എടുത്ത് കൊണ്ടുവരുവാൻ ചാൻസലർ അച്ഛനെ ഏൽപ്പിച്ച് കാത്തിരിക്കുമ്പോൾ മുകളിൽ നിന്ന് ഒപ്പിടരുതെന്ന് ഫോൺ വിളിച്ച് ചർച്ച പൊളിച്ച് എല്ലാം കുളമാക്കിയത് ആരാണച്ചോ? 6. ആരെ പ്രീതിപ്പെടുത്താനാണച്ചോ അച്ഛൻ ഈ സ്ഥാനത്ത് വന്നിരുന്ന് ഈ മാതിരി ജൽപ്പനങ്ങൾ തട്ടിവിടുന്നത്? എറണാകുളത്ത് വിശ്വാസികൾക്ക് ആവശ്യമില്ലാത്ത വിശ്വാസ വളർച്ചയ്ക്ക് വിഘാതമാകും എന്ന് അവർ ഭയപ്പെടുന്ന വെറുമൊരു ക്രമവിധി എന്തിനിവിടെ അടിച്ചേൽപ്പിക്കുന്നു? ഇത് എല്ലായിടത്തും നടപ്പിലാക്കിയാൽ വിശ്വാസത്തിലും ആത്മീയതയിലും നമ്മുടെ യുവതയും കുഞ്ഞുങ്ങളും എത്രമാത്രം വളരുമെന്ന് അച്ഛൻ പറയുന്നത്? 7. ഈ ചീഞ്ഞളിഞ്ഞ പ്രശ്നം ഇനിയും വലിച്ചു നീട്ടി അടീക്കന്മാരുടെ തിരുപ്പട്ടം ഇനിയും നീട്ടിവെച്ച് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇനിയും സഭയുടെ മുഖം വികൃതമാക്കണോ? നന്ദി.